Hello everyone. Hola a todos. My name is Lali Joseph. Currently, I am working as a nurse in Dallas, Texas. കുറച്ചുകൂടെ ഒരു സംശയമുണ്ട്, ഞാൻ എങ്ങനെയാണ് ഈ സ്പാനിഷ് ലോകത്തിലേക്ക് വന്നതെന്ന്. പലപ്പോഴും എൻ്റെ പേഷ്യൻസ് സ്പാനിഷ് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ എനിക്ക് വന്നൊരു ചിന്തയാണ്, ഇവരെന്തായാലും പോയി മലയാളമോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ട് വരില്ല. അതുപോലെ അവർ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അടുത്ത ഓപ്ഷൻ എനിക്ക് തോന്നി ഞാൻ തന്നെ സ്പാനിഷ് പഠിക്കാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പാനിഷിൻ്റെ ഒരു ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഹൗ ആർ യു? യെസ്, ദാറ്റ് ഈസ് അവർ ക്ലാസ് ടുഡേ. ഹൗ ആർ യു നോക്കാം. ഹൗ ആർ യു എങ്ങനെ സ്പാനിഷിൽ പറയാം? ¿Cómo estás? ¿Cómo estás? ¿Cómo? How? ഓയുടെ മുകളിൽ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു ചെറിയ ടിൽഡ കൊടുക്കണം. ¿Cómo? സ്ട്രെസ് കൊടുക്കണം. ¿Cómo estás? Estás. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, വെർബില്ലാതൊരു സെന്റൻസ് ഉണ്ടാകില്ല. അവൾ എപ്പോഴും വെർബ്. നമ്മുടെ ഇന്നത്തെ വെർബ് എന്ന് പറയുന്നത് എസ്താർ. AR എൻഡ് ചെയ്യുന്ന ഒരു ബേസിക് വെർബാണ് എസ്താർ. അതിൻ്റെ അർത്ഥം ടു ബി എന്നാണ്. സ്പാനിഷിൽ രണ്ട് ടു ബി ഉണ്ട്. അതിൽ ഒന്ന് എസ്താർ, ഒന്ന് സർ. അതിന്റെ ഡിഫറൻസ്, എസ്താർ ഒരു ടെമ്പററി വെർബാണ്, സർ ഒരു പെർമനന്റ് വെർബാണ്. ഇവിടെ എല്ലാം നമ്മൾ ടെമ്പററി വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടെമ്പററി എന്ന് പറഞ്ഞാൽ ഹൗ ആർ യു, ഓക്കെ, അതൊരു ടെമ്പററിയാ. നാളെ നമ്മൾ ഓക്കെ ആണോ ഇല്ലയെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ഡിഫറൻസ് കീപ്പ് ഇൻ യുവർ മൈൻഡ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വെർബ് എസ്താർ ആണ്, സർ അല്ല. അപ്പോൾ കൊമോ എസ്താസ്. എസ്താസ് എന്ന് പറഞ്ഞാൽ ഹൗ ആർ യു എന്നാണ്. ഈ ഒരൊറ്റ വേർഡിന്റെ അർത്ഥം ആർ യു. ഇംഗ്ലീഷ് നമ്മൾ ഹൗ ആർ യു 3 വേർഡ് പറഞ്ഞു, ഇവിടെ 2 ഉള്ളൂ. ഓക്കെ, യു കീപ് ഇൻ മൈൻഡ്, എസ്താസ് എന്ന് പറയുന്നത് ഇൻഫോർമൽ ആണ്. അവിടെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ സബ്ജക്ട് പ്രോനൗൺ ഹൈഡ് ചെയ്ത് നിൽപ്പുണ്ട്. അതാണ് യു. അതാണ് സ്പാനിഷിൽ ഞാൻ റെഡ് കളർ എഴുതിയിരിക്കുന്നത്, തു. മുകളിൽ ഒരു ചെറിയ ആക്സൻ മാർക്കുണ്ട്, തു. ദാറ്റ് മീൻസ് ഇൻഫോർമൽ യു. അപ്പോൾ കൊമോ എസ്താസ് എന്ന് നിങ്ങൾ ചോദിക്കുന്നത് ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളോടൊക്കെ നിങ്ങൾ കൊമോ എസ്താസ് ചോദിക്കണം. റെസ്പെക്റ്റ് വേയിൽ നമ്മൾ വേറെയാണ്, അത് ഫോർമൽ വരും. അപ്പോൾ ഹൗ ആർ യു അല്ലെങ്കിൽ ഹൗ ഡു യു ഡു. ഇനി അതിന്റെ ആൻസർ സാധാരണഗതി പറയുന്നത് എങ്ങനെയാണ്? ഐ എം ഗുഡ്, ഐ എം ഓക്കെ. സോ സ്പാനിഷിൽ അത് പറയണ എങ്ങനെ നോക്കാം. എസ്തോയ് ബിയേൻ. എസ്തോയ് ഒരൊറ്റ വേർഡാണ്, ഐ ആം. ഐ എന്ന സബ്ജക്ട് പ്രോനൗൺ ഇവിടെ ഹൈഡ് ചെയ്ത് നിൽപ്പുണ്ട്. അത് യോ അല്ലെങ്കിൽ ജോ എന്ന് പറയും. അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. ജോ എസ്തോയ് ബിയേൻ, അത്രയും സ്പാനിഷ് ആണ്. അവർ എപ്പോഴും ആ യോ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും. കാരണം എസ്തോയ് എപ്പോഴും സ്റ്റാൻഡ് ചെയ്യുന്നത് ഐ ആമിന് വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ എസ്തോയ് ബിയേൻ. പിന്നെ അവർ ആ കൂടെ പറയും എസ്തോയ് ബിയേൻ ഗ്രാസിയാസ്, ഐ എം ഗുഡ്, താങ്ക് യു. കാരണം ഹൗ ആർ യു എപ്പോഴും നമുക്ക് ചോദിക്കണം. അവിടെ ഒരു ലവ് ഉണ്ടാവും, അവിടെ ഒരു ബോണ്ടിങ് ഉണ്ടാവും, ഒരു സ്നേഹത്തിന്റെ ഭാഷയാണ് നമ്മൾ എപ്പോഴും ഹൗ ആർ യു. അപ്പോൾ അവർ അതിനൊരു താങ്ക്സ് പറയുന്നതാണ്, ഓട്ടോമാറ്റിക് അവർ പറയുന്നതാണ് എസ്തോയ് ബിയേൻ ഗ്രാസിയാസ്. അപ്പോൾ എസ്തോയ് എസ്താറിൽ നിന്ന് ജോ ഐ യു ആയിട്ട് ജോയിൻ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക് എസ്തോയ് ആയി. എസ്തോയ് ഇറ്റ് സെൽഫ് മീൻസ് ഐ ആം. ജോ എസ്തോയ് ബിയേൻ, ഐ എം ഗുഡ് അല്ലെങ്കിൽ ഐ എം വെൽ. ഓൾവേസ് ഇൻഫോർമൽ ആണ്. എസ്താസ് ടു ഇൻഫോർമൽ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഫോർമൽ എങ്ങനെ ചോദിക്കും? ലൈക്ക് റെസ്പെക്ട്, നമ്മുടെ എൽഡർ ആൾക്കാർ, മാനേജർ, പിന്നെ നമ്മൾ സ്ട്രേഞ്ചർ, നമ്മൾ ഒരിക്കലും കാണാത്ത ഒരാളെ കാണുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർമൽ ഹൗ ആർ യു ആണ്. കൊമോ, സെയിം കൊമോ. എസ്താ ഉസ്തേഡ്. ഉസ്തേഡ് മീൻസ് ഫോർമൽ യു ആണ്. എസ്താറിൽ നിന്ന് ഉസ്തേഡുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ എസ്താ മാത്രമേ ഉള്ളൂ. ഇവിടെ എസ്താസ് ഇല്ല. എസ്താസ് ഓൾവേസ് തൂവിൻ്റെ കൂടെയാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ കൊമോ എസ്താ ഉസ്തേഡ്. ഇവിടെ ഞാൻ സബ്ജക്ട് പ്രോനൗൺ ഉസ്തേഡ് കൊടുത്തു. ഇവിടെ തു, ഐ റെക്കമെൻഡ് ഡു നോട്ട് പുട്ട് തു ദയർ, ബട്ട് തു ഈസ് ദയർ ബിക്കോസ് ഈ തു ഓൾവേസ് ജോയിൻ വിത്ത് എസ്താസ്. പിന്നെ അവിടെ തുയുടെ ആവശ്യമില്ല. ഇവിടെ എസ്ത നമ്മൾ മറ്റു പലരായിട്ട് ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എസ്ത 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 4 പ്ലേസസ് എസ്ത ഉപയോഗിച്ചു. അതുകൊണ്ടാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഉസ്താദ് കൊടുത്തത്. കൊമോ എസ്ത ഉസ്താദ്, ഹൗ ആർ യു, ഫോർമൽ. ആൻസർ സെയിം, എസ്തോയ് ബിയേൻ, ഐ എം ഗുഡ്.
ഇനി ഞാൻ ചോദിക്കുകയാണ് ഹൗ ഈസ് ഷീ, അവിടെ എങ്ങനെ ചോദിക്കും? സെയിം, como está, no change, está. ella, that's a subject pronoun അല്ലെങ്കിൽ personal pronoun. she, how is she. അപ്പൊ അതിന്റെ ആൻസർ എസ്റ്റോയ് ബിയ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം എസ്റ്റോയ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യണം. നമ്മൾ ചോദിക്കണം ഹൗ ഈസ് ഷീ, അതിന്റെ ആൻസർ ഷീ ഈസ് ഗുഡ്. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എസ്റ്റാ ബിയൻ, ഷീ ഈസ് ഗുഡ്. അതുപോലെ como está él, how is he. ഇവിടെ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ ഈയുടെ മോളിൽ ഒരു ടെൽഡ ഉണ്ട്, അപ്പൊ എൽ അങ്ങനെ പറയണം. അതുപോലെ ഈ എസ്തയുടെ എയുടെ എല്ലാത്തിന്റെ മോളിൽ ഒരു ചെറിയ ടിൽഡ ഉണ്ട്, അപ്പൊ അത് നമ്മൾ സ്ട്രെസ് കൊടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ como está usted formal, como está ella, how is she, como está él, how is he. ഇനി he is doing good, same thing, está bien. How is she, same thing, está bien, she is doing good. ഇനി വേറൊരു സ്ഥലത്തും കൂടെ എസ്ത ഉപയോഗിക്കുന്നത് ഫോർത്ത്. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള സ്പാനിഷ് ആൾക്കോട് está bien, está bien, it's okay, no problem, അങ്ങനെയൊക്കെ. അപ്പോൾ ഇറ്റ്സ് ഓക്കെ, അപ്പൊ ഇറ്റിനും ഈ എസ്ത സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ഈ എസ്ത മീൻസ് ഇറ്റ് ഈസ്, അത് രണ്ടും കൂടെയാണ്. ഇറ്റ് ഈസ്, എസ്ത ബിയൻ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമ്മൾ 4 സ്ഥലങ്ങളിൽ എസ്ത ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ സബ്ജക്ട് പ്രോണൗൺ അവിടെ നമ്മൾ ആഡ് ചെയ്തത്. ഇനി ആഡ് ചെയ്തില്ലെങ്കിലും como está എന്നൊരു പേഴ്സണിന്റെ മുഖത്തോക്ക് ഞാൻ ചോദിക്കണം, കോണ്ടെക്സ്റ്റ് എന്ന് മനസ്സിലാക്കാം. അത് ഫോർമൽ ആയിട്ട് ഹൗ ആർ യു എന്ന് റെസ്പെക്ട് കൊടുത്ത് പറയുന്നതാണ്. അതും കൂടെ കീപ്പ് ഇൻ യുവർ മൈൻഡ്. നെക്സ്റ്റ് അടുത്തത് കെത്താൽ. അത് നമ്മൾ വാട്സ്ആപ്പ്, നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ തോളത്തൊക്കെ തട്ടി ഹേയ് വാട്സ്ആപ്പ്, വാട്ട്സ് ഗോയിങ്, അങ്ങനെ ഒരു ക്വസ്റ്റൻ ആണ്. അതാണ് കെത്താൽ. കെ ഈയുടെ മുകളിൽ ആക്സന്റ് ഉണ്ട്, താൽ, വാട്സ്ആപ്പ്, ഹൗ ആർ യു, സെയിം തിങ് ആണ്. ഇനി ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പേരുടെ ഇരിപ്പുണ്ട് ഒരു സദസ്സിൽ. അപ്പം നിങ്ങൾ എല്ലാവരോടും കൂടി ഞാൻ ചോദിക്കുവാണ് ഹൗ ആർ യു ഓൾ, വിച്ച് ഇസ് പ്ലൂറൽ, അതെങ്ങനെ ചോദിക്കും? como സെയിം ഹൗ എസ്താൻ. കണ്ടാ മാറ്റം കണ്ടോ? ഇവിടുത്തെ എസ്താസ് മാറി, എസ്ത ഇവിടെ വന്നു, പ്ലൂറലിലേക്ക് വന്നപ്പോൾ ഓൾ പീപ്പിൾ എസ്താൻ ഉസ്തേദസ്. ആ മാറ്റം കണ്ടു. ഇവിടെ സിംഗുലർ പ്ലൂറൽ അല്ല, ഉസ്തേഡ്, വൺ പേഴ്സൺ. como está usted, como están you all, ustedes. അത് പ്ലൂറൽ ആക്കണം. നമ്മൾ ഈ സബ്ജക്ട് പ്രോണൗൺ ഇവിടെ പ്ലൂറൽ ആക്കി. ഓക്കെ. അതുപോലെ നമുക്ക് ചോദിക്കാം ഹൗ ദേ ആർ, ദേ, അത് പ്ലൂറലാണ്. അപ്പോൾ അതിനകത്ത് ഈ സ്പാനിഷിൽ ദേ പറയുമ്പം അത് ഗ്രൂപ്പ് ഓഫ് ലേഡീസ് ആകാം, ഗ്രൂപ്പ് ഓഫ് മെൻ ആകാം, അല്ലെങ്കിൽ ഓൾ ടുഗദർ ആകാം. അപ്പൊ ഗ്രൂപ്പ് ഓഫ് മെൻ ആണെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടത് como están ellos, സെയിം están, ഇതിന് മാറ്റമില്ല വെർബിന്. അതുപോലെ അത് ഗ്രൂപ്പ് ഓഫ് ലേഡീസ് ആണെങ്കിൽ como están ellas. ഇനി രണ്ടും കൂടെ ഉള്ള ഗ്രൂപ്പ് ആണെങ്കിൽ ഗേൾസും ബോയ്സ് അല്ലെങ്കിൽ മെന്നും വിമൺ ആണെങ്കിൽ ഓൾവേസ് യൂസ് ellos. ഡിഫറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് മെയിനായിട്ട് ഹൗ ആർ യു എന്ന് ഇൻഫോർമൽ ചോദിക്കുന്നത് എങ്ങനെയാണ്, ഹൗ ആർ യു ഫോർമൽ എങ്ങനെ ചോദിക്കുന്നു, ഹൗ ഈസ് ഷീ, ഹൗ ഈസ് ഹി എങ്ങനെ ചോദിക്കുന്നു, ഇറ്റ്സ് ഓക്കെ, കെത്താൽ. പിന്നെ പ്ലൂറൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു. ഈ എസ്താ എന്ന വെർബ് പ്ലൂറലിലേക്ക് വരുമ്പോൾ ആ വെർബിന്റെ മാറ്റങ്ങളാണ് ഇന്ന് മെയിനായിട്ട് പഠിച്ചത്. സബ്ജക്ട് പ്രോണൗണോട് ജോയിൻ ചെയ്യുമ്പോൾ ഏതെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്നാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Adiós, hasta luego.